Hello guys, welcome to Half Page Academy. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂലാണെങ്കിലും നമ്മുടെ PSC ലെവലിലാണെങ്കിലും ബിടെക് ലെവലിലാണെങ്കിലും പോളിടെക്നിക്കൽ ലെവലിലാണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് നമ്മുടെ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്. ഓക്കെ, അതിന്റെ എല്ലാ ആസ്പെക്റ്റും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അത് നമുക്ക് ഇൻട്രൊഡക്ഷൻ ബേസിസ് നോക്കാം. എന്താണ് എസ്റ്റിമേഷൻ? എന്താണ് എസ്റ്റിമേഷൻ? ഓക്കെ, അപ്പോൾ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ടെക്നിക് of calculating or computing. It is a technique of calculating or computing various quantities. Okay, ഞാൻ ഹൈലൈറ്റ് ആയി അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം എഴുതാം. ഓക്കെ, ക്വാണ്ടിറ്റീസ്, വേരിയസ് ക്വാണ്ടിറ്റീസ് ആൻഡ് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, എക്സ്പെക്റ്റഡ് expenditure to be considered on a particular work അല്ലെങ്കിൽ പ്രൊജക്ട്. അതിനെയാണ് നമ്മൾ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് എസ്റ്റിമേഷൻ? എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ടെക്നിക്കാണ് ടു കാൽക്കുലേറ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ട്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യണം വേരിയസ് ക്വാണ്ടിറ്റീസ്. അതേപോലെ തന്നെ അതിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറും നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഫോർ എ പർട്ടിക്കുലർ പ്രൊജക്ട് അല്ലെങ്കിൽ വർക്ക് എങ്കിൽ അതിനെയാണ് നമ്മൾ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിൽ ആവശ്യമുള്ള ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ വേരിയസ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് നമുക്ക് കാൽക്കുലേറ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, അതേപോലെ അതിൽ ആവശ്യമുള്ള എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറും നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനെയാണ് സിമ്പിൾ ടേംസിൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതാണ് നമ്മുടെ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് നമുക്ക് നോക്കാം. എന്താണ് നീഡ് ഓഫ് എസ്റ്റിമേറ്റ്? എന്തുകൊണ്ടാണ് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത്? ഓക്കെ, എന്തിനാണ് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നത്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നീഡ് അല്ലെങ്കിൽ പർപ്പസ്. ഓക്കെ, നീഡ് എന്താണ് എസ്റ്റിമേഷന്റെ? അപ്പൊ നീഡ് നോക്കുവാണെങ്കിൽ എന്താണ് നീഡ്? എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എക്സ്പെക്റ്റഡ് കോസ്റ്റ്. ഓക്കെ, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ എന്താണ്? ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ വർക്ക്. ഓക്കെ, ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ വർക്ക് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ നെക്സ്റ്റ് എന്താണ്? റിസോഴ്സസ് or material. Okay, resources or material for the completion of work. Okay, resources of material for the completion of work നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സ്പെക്ടഡ് കോസ്റ്റ്, ടൈം, അതേപോലെ റിസോഴ്സസ് ഓർ മെറ്റീരിയൽ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റും എന്താണ്? നമ്മുടെ പ്രൊജക്ട് ബെനിഫിറ്റ് ആണോ അല്ലയോ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ട് ബെനിഫിഷ്യൽ ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ബെനിഫിറ്റ് ഇൻ പ്രൊജക്ട്, വെദർ there is benefit in project. ഓക്കെ, project, whether there is benefit in the project or not, അത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും എസ്റ്റിമേഷൻ നമ്മൾ ചെയ്യുവാണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ടു ഒബ്റ്റെയിൻ അപ്രൂവൽസ്. ഓക്കെ, നമുക്ക് അപ്രൂവൽസിന് വേണ്ടിയും നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യാറുണ്ട്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്താണ്? സിമ്പിൾ ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്പെക്ടഡ് ആയിട്ടുള്ള കോസ്റ്റ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര സമയം എടുക്കും നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ആ വർക്കിന് ആവശ്യമുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ മെറ്റീരിയൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ നമ്മൾ പ്രൊജക്ട് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് ബെനിഫിഷ്യൽ ആണോ അല്ലയോ എന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും ഇൻ കേസ് നമുക്ക് എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ. അതേപോലെ നമുക്ക് അപ്രൂവൽസ്, ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം അപ്രൂവൽ വേണം, അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ വേണം. അങ്ങനെ കുറെ അപ്രൂവൽസ് ഉണ്ട്. ഓക്കെ, അപ്പം അപ്രൂവൽസ് എടുക്കാനും നമുക്ക് എസ്റ്റിമേഷൻ വളരെ ആവശ്യമാണ്. ഇതാണ് നീഡ് ഓഫ് അല്ലെങ്കിൽ പർപ്പസ് ഓഫ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പോയിന്റ് ഓഫ് ആസ്പെക്ട് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റാസ് അല്ലെങ്കിൽ ഡേറ്റ റിക്വയർഡ് ഫോർ പ്രിപ്പയറിംഗ് എസ്റ്റിമേറ്റ്. Data required for preparing estimate. Okay, data is required for preparing estimate. എന്തൊക്കെ ഡേറ്റാസ് ആണ് നമുക്ക് ആവശ്യമുള്ളത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെ ഡേറ്റാസ് ആണ് നമുക്ക് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം എന്താണ് ഫസ്റ്റ്? ഡ്രോയിങ്സ്. സെക്കൻഡ്, സ്പെസിഫിക്കേഷൻ.
specifications. Third important aspect, rate. First drawing, second specification, third rate. Okay, അപ്പോൾ ഡാറ്റാസ് preparing for estimate. നമുക്ക് ഒരു എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആവശ്യം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്? ഫസ്റ്റ് ഡ്രോയിങ്സ് നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, സിവിൽ എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ട് നമുക്കറിയാം ഡ്രോയിങ്സ് എന്താണ്, അല്ലെ? ഡ്രോയിങ്സ് നമുക്ക് എന്താണെന്ന് നമുക്കറിയാം. എന്തൊക്കെയാണ് ഡ്രോയിങ്സിലുള്ളത് അത് നമുക്കറിയാം. എന്തൊക്കെയാണ് ഡ്രോയിങ്സിലുള്ളത്? പ്ലാൻ നമുക്ക് ഉണ്ടാവണം ഡ്രോയിങ്ങിൽ, അതേപോലെ സെക്ഷൻ എലിവേഷൻ ഉണ്ടാവണം, അതേപോലെ സെക്ഷൻ ഉണ്ടാവണം, അതേപോലെ ലൊക്കേഷൻ ഓഫ് ദ പ്രൊജക്ട് ഉണ്ടാവണം, അതേപോലെ ഡയമെൻഷൻ ഉണ്ടാവണം. ഓക്കെ, ഡയമെൻഷൻസ് ഉണ്ടാവണം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രോയിങ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട പാരാമീറ്റർ. ഓക്കെ, ഡാറ്റ റിക്വയർഡ് ഫോർ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഡാറ്റ റിക്വയർഡ് ഫോർ ടു പ്രിപ്പയർ എസ്റ്റിമേറ്റ്. നമ്മൾ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കാറ്റഗറി നമുക്ക് വേണ്ടത്? ഡ്രോയിങ്സ് ആണ്. അപ്പോൾ ഡ്രോയിങ്സിൽ എന്തൊക്കെയാണ് സ്പെസിഫിക് ആയിട്ട് ഉണ്ടാവേണ്ടത്? നമ്മുടെ പ്ലാൻ ഉണ്ടായിരിക്കണം, എലിവേഷൻ ഉണ്ടായിരിക്കണം, സെക്ഷൻ ഉണ്ടായിരിക്കണം, അതേപോലെ ലൊക്കേഷൻ ഉണ്ടായിരിക്കണം, അതേപോലെ ഡയമെൻഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം നമുക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക്കേഷൻ. ഓക്കെ, സ്പെസിഫിക്കേഷൻ ഫർദർ ജനറലി ടു ടൈപ്പ് ആണ്. ഓക്കെ, ജനറൽ സ്പെസിഫിക്കേഷൻ and detailed specification. General specification and detailed specification. Okay, general specification further എന്താണ്? Nature of the work. Okay, nature നമ്മൾ ഇങ്ങനത്തെ nature of the work ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതേപോലെ class of the work. Okay, നമ്മൾ ഇങ്ങനത്തെ class of work ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. Okay, third important aspect, quality of work and materials. Okay, വർക്കിന്റെയും അതേപോലെ മെറ്റീരിയലിന്റെയും ക്വാളിറ്റി നമുക്ക് എന്താണ്? ജനറൽ സ്പെസിഫിക്കേഷൻ ആണ് പറഞ്ഞു തരുന്നത്. അതേപോലെ ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റി, അതേപോലെ പ്രൊപ്പോർഷൻ. ഓക്കെ, പ്രൊപ്പോർഷൻ. നെക്സ്റ്റ് വർക്ക്മാൻഷിപ്പ്. ഓക്കെ, വർക്ക്മാൻഷിപ്പ്. ഓക്കെ, വർക്ക്മാൻഷിപ്പ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ടേംസിൽ എന്താണ്? മെത്തേഡ് ഓഫ് വർക്കിംഗ്. ഓക്കെ, മെത്തേഡ് ഓഫ് വർക്കിംഗിനെയാണ് വർക്ക്മാൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മെത്തേഡ് ഓഫ് വർക്കിംഗിനെയാണ് നമ്മൾ വർക്ക്മാൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ജനറലി ഓഫ് ടു ടൈപ്സ് ആണ്. ജനറൽ സ്പെസിഫിക്കേഷൻ ഉണ്ട്, അതേപോലെ ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, ജനറൽ സ്പെസിഫിക്കേഷന്റെ കാറ്റഗറിയിൽ എന്താണ്? നേച്ചർ അറിയാം, നേച്ചർ ഓഫ് ദ വർക്ക്, അതേപോലെ ക്ലാസ് ഓഫ് ദ വർക്ക്, അതേപോലെ ക്വാളിറ്റി ഓഫ് വർക്ക് ആൻഡ് മെറ്റീരിയൽസ് നമ്മൾ അറിയുകയാണെങ്കിൽ അതിനെ നമ്മൾ ജനറൽ സ്പെസിഫിക്കേഷൻ കാറ്റഗറിയിലാണ് കൊണ്ടുവരുന്നത്. അതേപോലെ ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ ആണെങ്കിൽ എന്താണ്? ക്വാണ്ടിറ്റി, എത്ര അധികം ക്വാണ്ടിറ്റിയാണ് നമുക്ക് യൂട്ടിലൈസ് ആവാൻ പോകുന്നത്, ക്വാണ്ടിറ്റി നമുക്ക് ഡീറ്റെയിൽ കിട്ടും. ഓക്കെ, അതേപോലെ പ്രൊപ്പോർഷൻ. ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്രിക്ക് മെഷീനറി ആണ് ചെയ്യുന്നതെങ്കിൽ എത്ര ബ്രിക്ക് വേണം അല്ലെങ്കിൽ എത്ര മോട്ടർ വേണം അത് നമുക്ക് അറിയാൻ പറ്റുവാണെങ്കിൽ അതാണ് പ്രൊപ്പോർഷൻ ബേസിസിലാണ് വരുന്നത്. അതേപോലെ വർക്ക്മാൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെത്തേഡ് ഓഫ് വർക്കിംഗിനെയാണ് നമ്മൾ വർക്ക്മാൻഷിപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിൽ പെയിന്റ് അടിക്കണം. ഓക്കെ, പെയിന്റ് അടിക്കണം അല്ലെങ്കിൽ വൈറ്റ് വാഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ലേബറിനെ കോൺടാക്ട് ചെയ്തു അല്ലെങ്കിൽ ലേബറിനെ വിളിച്ചിട്ട് അവരോട് പെയിന്റ് അടിക്കാൻ പറയുകയാണ്. ഓക്കെ, അപ്പം ലേബറിന്റെ മെത്തഡോളജി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യണം. എന്താണ് അവരുടെ മെത്തഡോളജി എന്ന് പറയുമ്പോൾ? ഫോർ എക്സാമ്പിൾ അവർ ഡയറക്റ്റ് ആയിട്ട് പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പെയിന്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവരെന്താണ് ചെയ്യുന്നത്? താഴെ പെയിന്റ് വീഴാതിരിക്കാൻ അല്ലെങ്കിൽ പെയിന്റിന്റെ ബാക്കി റിമെയിൻസ് വീഴാതിരിക്കാൻ എന്താണ്? താഴെ ഒരു ലെയർ ആയിട്ടുള്ള കോട്ടിങ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ലെയറിൽ നിങ്ങളുടെ ഫ്ലോറിൽ വിരിച്ചിട്ടാണ് പുള്ളിക്കാരൻ പെയിന്റ് അടിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഫുൾ ആയിട്ടുള്ള വർക്ക് കഴിഞ്ഞതിന് ശേഷം എന്താണ്? നല്ലോണം ക്ലീൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നല്ല വർക്ക്മാൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് വർക്കിംഗ് ഈസ് ബെറ്റർ എന്ന് പറയാൻ പറ്റും. ബിക്കോസ് മോസ്റ്റ് ഓഫ് ഓൾ ലേബേഴ്സ് എന്താണ് വർക്ക് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ക്ലീൻ ചെയ്യാറില്ല. ഓക്കെ, വർക്ക് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ അത് വർക്ക്മാൻഷിപ്പിനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അത് ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്? ജനറൽ ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പെക്ട് ആണ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്താണ്? നിങ്ങളുടെ വീട്ടിൽ AC ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, AC ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ
കടയിൽ പോയി ചോദിക്കുകയാണ് AC വേണമെന്ന് പറയണം. ഓക്കെ, അപ്പോൾ അവർ ജനറൽ ആയിട്ട് പറയും എങ്ങനത്തെ AC ആണ്, എത്ര ടൺ വേണം, 1 ടൺ 2 ടൺ 3 ടൺ ആണോ വേണ്ടത് എന്ന് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവർ ജനറൽ സ്പെസിഫിക്കേഷനിൽ അവരെന്താണ് പറയുന്നത്, ഈ AC-ക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ റൂം എത്ര വലിയ റൂം വരെ നമുക്ക് എന്താണ് ആ ഒരു എഫക്റ്റീവ് ആയിട്ട് കൂളിംഗ് നമുക്ക് തരാൻ പറ്റും ആ AC-ക്ക്, അങ്ങനെ നമ്മുടെ എബിലിറ്റി പറയും. അതേപോലെ എത്ര വോൾട്ടിൽ വർക്ക് ചെയ്യും, അതൊക്കെ നമ്മുടെ ജനറൽ സ്പെസിഫിക്കേഷൻ കാറ്റഗറിയിലാണ് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പം AC ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അവിടെ AC വാങ്ങിക്കാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർ ജനറൽ AC-നെ പറ്റിയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. ഓക്കെ, റേറ്റിംഗ് എന്താണ്, ഫോർ എക്സാമ്പിൾ റേറ്റിംഗ് ഒക്കെ നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, അതും ജനറൽ സ്പെസിഫിക്കേഷൻ കാറ്റഗറിയിലാണ് വരുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ AC-യുടെ കൂടെ തന്നെ നിങ്ങൾ ഒരു യൂസർ മാനുവൽ കണ്ടു കാണും അല്ലെ. യൂസർ മാനുവലിൽ കുറച്ചുകൂടെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് അറിയാൻ പറ്റാതെ അല്ലെങ്കിൽ അറിയാത്ത കുറേ കാര്യങ്ങൾ, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, AC-നെ സംബന്ധിച്ചുള്ള കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവും. അപ്പോൾ സ്പെസിഫിക്കേഷൻ സിമ്പിൾ എന്താണ്, ജനറലി ഓഫ് 2 ടൈപ്സ് ആണ്, ജനറൽ ആൻഡ് ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് എന്ന് പറയുന്നത് റേറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് റേറ്റ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് റേറ്റ് ഓഫ് ഓൾ മെറ്റീരിയൽസ്. ഓക്കെ, യൂണിറ്റ് റേറ്റ് ഓഫ് ഓൾ മെറ്റീരിയൽസ്. യൂണിറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, മാൻ പവർ, അതേപോലെ മെറ്റീരിയൽ, ആൻഡ് മെഷീൻ. ഓക്കെ, അപ്പോൾ യൂണിറ്റ് റേറ്റ് ഓഫ് മെറ്റീരിയൽ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ മാൻ പവർ. ഫോർ എക്സാമ്പിൾ നമ്മൾ ലേബറിന്റെ ഒരു എന്താണ് കോസ്റ്റ്, ഫോർ എക്സാമ്പിൾ ലേബർ വർക്ക് ചെയ്യുമ്പോൾ എത്ര നമ്മൾ പേ ചെയ്യണം, അത് നമ്മുടെ മാൻ പവർ ആണ്. ഓക്കെ, അതേപോലെ മെറ്റീരിയൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കുവാണ്, എന്തെങ്കിലും കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള മെറ്റീരിയൽ വാങ്ങിച്ചെങ്കിൽ അതിന്റെ യൂണിറ്റ് റേറ്റ് എത്രയാണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ മെഷീൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്സ്കവേറ്റർ ആണ് നിങ്ങളെ യൂസ് ചെയ്തത് സൈറ്റിൽ. ഓക്കെ, അപ്പോൾ എക്സ്കവേറ്ററിന്റെ പെർ അവർ ബേസിസിലുള്ള എന്താണ് എത്രയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെർ അവർ അതിന്റെ പേയ്മെന്റ് എത്രയാണ്, അതൊക്കെ നമ്മുടെ യൂണിറ്റ് റേറ്റ് ഓഫ് മെറ്റീരിയൽ ആണ് വരുന്നത്. ഓക്കെ, ലേബർ കോസ്റ്റ് വരും, അതേപോലെ മെറ്റീരിയൽ കോസ്റ്റ് വരും, അതേപോലെ മെഷീന്റെ പെർ അവർ, ഫോർ എക്സാമ്പിൾ ബേസിലാണ് പറഞ്ഞത്. മെഷീന്റെ ഫോർ എക്സാമ്പിൾ എക്സ്കവേറ്റർ ആണെങ്കിൽ അതിന്റെ ഒരു അവർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും നമ്മൾ അതിന് പേ ചെയ്യേണ്ടത്, അത് റേറ്റിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കിയത് എന്താണ്, ഡേറ്റാസ് റിക്വയർഡ് ഫോർ പ്രിപ്പയറിംഗ് എസ്റ്റിമേറ്റ്. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റാസ് എന്തൊക്കെയാണ്, ഡ്രോയിങ്സ് വേണം, സ്പെസിഫിക്കേഷൻ വേണം, അതേപോലെ റേറ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണം. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾക്ക് കൺസിഡർ ചെയ്യേണ്ട പാരാമീറ്റർ ആണ് ഫോർ എനി എസ്റ്റിമേറ്റ്സ്. ക്ലിയർ ആണല്ലോ. ഓക്കെ,